അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രാവിലെ തന്നെ സൗദ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. ഉമ്മ ചോദിച്ചു, അല്ല പെണ്ണെ, എന്തപ്പോൾ മുറ്റത്ത്? ഏയ് ഉമ്മ, ഞാൻ ഈ ചെടികളും പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കാനൊക്കെ. നീ പോകുന്നതിന് മുമ്പ് പൂക്കളും ചെടികളൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. ഇപ്പം പിന്നെ അതൊക്കെ ആകെ കാടും മൂടിയിട്ടുണ്ട്. പിന്നെ നിൻ്റെ അനിയത്തിമാർക്കൊന്നും അത് നോക്കാനൊന്നും ഒഴിവില്ലല്ലോ. അവരൊക്കെ പഠിക്കാൻ പോണോലും പഠിക്കാൻ പോവാന്ന് വെച്ചിട്ട് ഈയും ചെറുപ്പത്തിലേ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്ക് ചെടിയും പൂക്കളും വീടും പരിസരമൊക്കെ നല്ല രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കുക, ചെടിയൊക്കെ പിടിപ്പിക്കുക, നല്ല രീതിയിൽ വീട് വൃത്തിയാക്കുക, അതൊക്കെ ആയിരുന്നു നിൻ്റെ ഇഷ്ടം. നിനക്ക് അങ്ങനെയൊരു ഇഷ്ടമായിരുന്നു. പക്ഷെ നിൻ്റെ അനിയത്തിമാർക്കൊന്നും അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്നാണ് അതാ സൗദിയുടെ ഫോൺ റൂമിൽ നിന്ന് ബെല്ലടിക്കുന്നത്. മോളെ മോളെ സൗദ, നിന്റെ ഫോൺ ഇത് ബെല്ലടിക്കുന്നു. മോളെ. ഉമ്മ, ഞാൻ എപ്പോൾ വരാം, കുറച്ചും കൂടി ക്ലിയർ ആക്കാണ്ട് ഇവിടേക്ക്. മോളെ, നിന്റെ ഫോൺ ഇതാ. പഠിച്ചോനെ, ആരാ? അല്ല എടി, ഇക്കാന്നതിൽ കാണുന്നത്. ഇക്കയാണോ? ഉമ്മ എടുത്തോളി. വേണ്ടടി, ഈ എടുത്തോ. അതാ കട്ടായി. ഉമ്മ എടുത്തോടെ ഇരുന്നോ? അല്ല, ഇപ്പോൾ വിളിക്കുമായിരിക്കും. ഇക്കാന്ന് പറഞ്ഞപ്പോൾ ഈ ഓടി വന്നല്ലേ. അതുവരെ വിളിച്ചിട്ട് വരുന്നില്ലായിരുന്നോ? ഭാഗ്യം. ഞാൻ വിചാരിച്ച് പിണങ്ങി വന്ന്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല, എന്തടി പോരാനായില്ലേ? അവിടെ തന്നെ കൂടുകയാണോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെന്ന് വരുന്ന അന്ന് വരാമെന്നുള്ളത്. എന്നാൽ ഒരാഴ്ച കൂടെ നിന്നോ? എന്താ, പറ്റില്ലേ? അല്ലോ, ഒരാഴ്ച കൂടെ ഇനി ഇവിടെ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ടൈം പോകണില്ലിക്കാ. എനിക്ക് എങ്ങനെയൊക്കെയോ തള്ളി നിൽക്കണം. അപ്പോൾ നിനക്ക് ഉമ്മാൻ്റെ അടുത്ത് നിന്നിട്ട് പുതിയ കേട്ടോ. ഉമ്മാൻ്റെ അടുത്തൊക്കെ ഞാൻ നിന്നു, മക്കൾ അനിയത്തിമാരുടെ അടുത്തൊക്കെ നിന്ന്. പക്ഷേ എങ്കിലും എന്തൊക്കെയോ ഒരു മിസ്സിങ് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഇക്ക സത്യമായിട്ടും സമയം അങ്ങോട്ട് പോയി കിട്ടണില്ല. അല്ലെങ്കിൽ അവിടെ ആകുമ്പോൾ എത്ര പെട്ടെന്നാണ് അതൊക്കെ പോവുക. അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമയം പെട്ടെന്ന് പോവുമല്ലോ അല്ലേ? എന്നാൽ നീ 2 ആഴ്ച കൂടെ അവിടെ നിൽക്ക്. എന്നിട്ട് ഞാൻ കൊണ്ടുവരാൻ വരാം. പഠിച്ചോനെ, ഇക്ക നിങ്ങൾ എന്തീ പറയുന്നത്? ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഉമ്മാനൊക്കെ ആലോചിക്കുമ്പോഴേ നുസിനൊക്കെ ആലോചിക്കുമ്പോഴേ ഭയങ്കര. അപ്പോൾ എന്നെ ആലോചിക്കുമ്പോൾ ഇല്ലല്ലേ? അല്ല, ഇക്കയോടെ ഇഷ്ടം പോലല്ലേ. ഇക്കയോടെ ഇഷ്ടം എങ്ങനെയെന്ന് വെച്ചാലല്ലേ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് ചാടി കയറി വരാൻ പറ്റില്ലല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ബെസ്റ്റ് നടക്കട്ടെ. എങ്ങനെയെന്ന് വെച്ചാൽ എന്താ. അപ്പോൾ 2 ആഴ്ച നിൽക്കണുണ്ടോ ഇല്ലേ? ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് സമ്മതം തരുമോ? നിന്നെ ഞാനേ 2 ആഴ്ചയല്ല 2 മാസം ഞാൻ നിർത്താം. എന്താ? എനിക്കറിയാം. അതേ, മാറ്റി ഒരുങ്ങി നിന്നോ. ഞാൻ ഇറങ്ങിക്കണേ. പഠിച്ചോനെ, നിങ്ങളിങ്ങനെ ഇത്ര പെട്ടെന്ന്? എന്താ, എൻ്റെ പെണ്ണിനോട് സംസാരിക്കാൻ, എൻ്റെ പെണ്ണിനെ വിളിക്കാൻ എനിക്ക് സമയം കാലം നേരമൊക്കെ ഉണ്ടോ? അതില്ല, എന്നാലും അതേ, ഒന്നിങ്ങോട്ട് നോക്ക്. അവൾ പെട്ടെന്ന് അങ്ങോട്ട് നോക്കി. പഠിച്ചോനെ, കാർ ഇതങ്ങോട്ട് വരുന്നു. അപ്പോൾ എന്നെ പറ്റിക്കായിരുന്നില്ലേ? ഉമ്മ എന്താ മോളെ? ഇതാ ആളിവിടെ എത്തിക്കണ്. പഠിച്ചോനെ, ഇത്ര രാവിലെ തന്നെ വന്നോ? റബ്ബേ, എന്താടി കൊടുക്കുക? ഉമ്മ വെള്ളം എന്താ വെച്ചാൽ കൊടുത്താൽ മതി. അത് പെട്ടെന്ന് അവൾ ഫോൺ കട്ട് ചെയ്തു. എന്തിനെന്നിങ്ങനെ പറ്റിച്ചത്? നിങ്ങൾക്ക് ഇന്നലെ രാത്രി വിളിച്ച് പറയാമായിരുന്നില്ലേ? ഞാൻ വിചാരിച്ചു 2 ദിവസം കഴിഞ്ഞിട്ടേ കൊണ്ടുവരാൻ വരുള്ളൂ എന്നുള്ളത്. അല്ല, നിനക്ക് 2 ആഴ്ച നിൽക്കണം എന്നല്ല പറഞ്ഞത്. ആയിക്കോട്ടെ, നിന്നൊന്ന് കാണാൻ വേണ്ടി വന്നെന്ന് വിചാരിച്ചാൽ മതി. ആയിക്കോട്ടെ. നിങ്ങളിതിൽ കയറിയിരിക്കി, ചായ ഉണ്ടാക്കട്ടെ. ഉമ്മ അപ്പോഴേക്കും ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയി. മോനെ നവാസേ, ഇരിക്കട്ടോ. ഇതെന്തെങ്ങനെ പെട്ടെന്ന്? തീരെ വിചാരിച്ചിട്ടില്ല. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നിൽക്കായിരുന്നു അവളോട്. അപ്പോൾ ഓൾക്കും തന്നെ എന്തോ ഒരു ഇടങ്ങാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അത് അല്ലുമ്മ, എന്തൊക്കെ വർത്താനം? സുഖമല്ല? ഉപ്പ എത്തിയിട്ടില്ല. ഉപ്പ പോയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഉപ്പ എപ്പോഴാണ്? അല്ല, ചിലപ്പം 15 ദിവസം കൂടുമ്പോൾ വരും, ചിലപ്പോൾ 1 മാസം, ചിലപ്പോൾ അങ്ങനത്തെ ഇത്. അതൊക്കെ ഡെയിലി ഇവിടെ തന്നെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്നും വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ആഴ്ച 2 ദിവസം അങ്ങനെയൊക്കെ ആയി വരവ്. പിന്നെ അവിടെ കോയമ്പത്തൂരല്ലേ, അപ്പോൾ ചിലപ്പം ബുദ്ധിമുട്ടൊക്കെ ആയിട്ടായിരിക്കും. ഉമ്മ ക്യാഷ് വല്ലതും? ക്യാഷ് എപ്പോഴെങ്കിലും കുറച്ചൊക്കെ തന്നു പോകും.
ആയിക്കോട്ടെ. പിന്നെ മക്കളൊക്കെ പഠനം ഇപ്പോൾ വെക്കേഷനാണ്, ഇനിയിപ്പോൾ തുറക്കാനായില്ലേ, ജൂണിൽ തുറക്കുമല്ലോ. ജൂണിൽ മഴ തുടങ്ങുകയാണല്ലോ അല്ലേ, വീടൊക്കെ ഒന്ന് സെറ്റ് ആക്കണ്ടേ. അതും ഷീറ്റ് എന്തെങ്കിലും വലിച്ച് കെട്ടാന്നൊക്കെ പറഞ്ഞിക്കണ്. അത് ചോർച്ച ഉണ്ടാവും ചിലപ്പോഴേ, കാറ്റൊക്കെ വരുമ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് അകത്തേക്ക് വെള്ളം എടുക്കും, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ശരി, അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. അതല്ല, ഈ വീട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് വീട് സെറ്റാക്കണോ അതോ വേറെ? എന്താ മോനെ നീ പറയണത്? അതിന് വേണ്ടിയൊക്കെ പൈസ എവിടുന്നാ? ഇതന്നെ ഒന്ന് അറ്റകുറ്റ പണികൾ എടുപ്പിച്ചെന്നല്ലാതെ വേറെ ഇപ്പം അയിമക്കായിട്ടൊന്നും. അത് സാരമില്ലമ്മ, അതൊക്കെ എന്താ വെച്ചാൽ ചെയ്യുക. അതായത് എന്തൊക്കെ തന്നെയായാലും മഴക്കാലമൊക്കെ ആകുമ്പോൾ തന്നെ സെറ്റായൊരു വീട് റെഡിയാക്കണമല്ലോ. അല്ല, ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു, മക്കളെ കൊണ്ടുവരാൻ എന്തേ? മക്കൾ ഉണർന്നിട്ടില്ല. പിന്നെ ഞാൻ പോരുന്ന സമയത്ത് ഞാൻ പള്ളിയിലേക്ക് അങ്ങനെ വന്നിട്ട് പിന്നെ അങ്ങനെ അവിടെ തിരിച്ച് പോകുന്നതാണ്. ജസ്റ്റ് ഉപ്പാൻ്റെ ഖബറിൽ ഒന്ന് പോയി പിന്നെ അവിടെയൊക്കെ ഒന്ന് ഒരാളെ കാണാനുണ്ടായിരുന്നു, ആ വഴി ഇങ്ങോട്ട് തിരിച്ച് പോകുന്നതാണ്. ഉമ്മാനോടും ഞാൻ പറഞ്ഞിട്ടില്ല പോരുന്ന കാര്യമൊന്നും. ഉമ്മാൻ്റെ നിർബന്ധത്തിന് തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതല്ല, അത് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഉമ്മ പറഞ്ഞു 2 ദിവസം പോയി നിന്നോട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഉമ്മ അറിഞ്ഞിട്ടില്ലല്ലേ. അപ്പോൾ മക്കളെ കൊണ്ടുവന്നാൽ മതി. മക്കളെന്താന്ന്, ഞാൻ പള്ളിയിൽ പോയിട്ടേ അങ്ങനെ കൊണ്ട് വന്നതാണ്. എന്നോട് ചോദിച്ചു ഉമ്മ, എന്തോ മോനെ നീ കാർ എടുക്കണമെന്ന്, അല്ലെങ്കിൽ നടന്നാണല്ലോ പോലെയൊക്കെ ചോദിച്ചു. അപ്പോൾ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാണ്ടെന്നും പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ്. സൗദ, നീ മാറ്റിയോ? തിരക്ക് കൂട്ടണ്ട, ചായ ഒക്കെ കുടിച്ചിട്ട് ചായ ഒന്നും വേണ്ട, ഞങ്ങൾ വഴിയിൽ വെച്ച് കുടിച്ചോളാം. അല്ല മോനെ, ഇവിടെ ഉള്ള ചായയും കിടയിൽ കുടിച്ച് പോവാ, അങ്ങനെ തന്നെ അല്ലേ സൗദ? നവാസ് അതാ അകത്തേക്ക് കയറുന്നു. എന്ത് നിനക്കിവിടെ പണി? അല്ലേ, ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യായിരുന്നു. സ്റ്റിച്ചിങ് ഉണ്ടോ? നിങ്ങൾക്കറിയില്ലേ സ്റ്റിച്ചിങ് ഉള്ളതൊക്കെ? അത് ഇന്നലെ ഒരു അയൽവാസി പെണ്ണ് എന്നെ കണ്ടപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നു, ഇത്താ എനിക്കൊരു ചുരിദാർ പെട്ടെന്ന് തയ്ച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടി സമയം ഉണ്ടാവുമോ അറിയില്ല, കാരണം എപ്പോഴാണ് പോക്ക് പറയാൻ പറ്റില്ല, ഇത്ത എന്തായാലും വേണ്ടില്ല, നിങ്ങൾക്ക് 1 മണിക്കൂറത്തെ പരിപാടിയിലുള്ളത്, അതുകൊണ്ട് നിങ്ങൾ കഴിച്ചൂലേ, അതുകൊണ്ട് നിങ്ങൾ സെറ്റാക്കി തരുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാത്രി കട്ട് ചെയ്ത് വെച്ച് രാവിലെ അടിക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് തന്നെ പോകുന്നത്. കുഴപ്പമില്ല, നീ അടിച്ചോ. നിനക്ക് ഇതൊക്കെ അറിയാലടി, അപ്പോൾ എനിക്ക് നീ അടിച്ചു തരാം. നിങ്ങൾക്ക് ഞാൻ ഒരു പൈജാമ അടിച്ചു തരാം. എന്താ പൈജാമ ജുബ്ബ? എന്താ അടിപൊളിയായിരിക്കുമോ? എനിക്ക് നീ ഒരു അറബിക് ലുക്കിലുള്ളൊരു വേഷം അതടിച്ചു തരണം. അതായത് കന്തൂറല്ലേ, കന്തൂറയും ആ ഒരു തലയെക്കെട്ടൊക്കെ എന്ത് രസം ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും? പിന്നെ നമ്മൾ ഗൾഫിലേക്കൊക്കെ പോകുമ്പോഴേ അറബികളൊക്കെ യൂസ് ചെയ്യുന്ന സംഭവം ആയതുകൊണ്ട് നമുക്കും അത് പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു. ഇവിടെ നാട്ടിൽ നടക്കൂല, അവിടെ ഒരു പ്രത്യേക ലുക്കായിരിക്കും, എല്ലാവരും ഒരുപോലെ ആകുമ്പോൾ അറിയൂല. ഇവിടെ സെപ്പറേറ്റ് ആയി നിൽക്കുമ്പോൾ എല്ലാവർക്കും പ്രത്യേകമായ രീതിയിലൊരു നോട്ടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ നീ എനിക്കത് സെറ്റാക്കി തരണം കേട്ടോ. എന്ത് ജെൻസിൻ്റെ അടിക്കൂലേ? അതിനെന്താ, അതൊന്നും കുഴപ്പമില്ല. ഇക്കാക്ക് ഏത് കളർ വേണം, അതിൻ്റെ തുണി എടുത്താൽ ഞാനത് എങ്ങനെ വെച്ചാൽ ചെയ്തു തരാം. അപ്പോൾ എല്ലാം ചെയ്യുമോ? ഒരുവിധമൊക്കെ. അതെങ്ങനെ നീ പഠിച്ചു? അതൊക്കെ ഞാനിങ്ങനെ ഓരോ ഐഡിയാസ് എടുത്തിട്ടേ അങ്ങനെ പഠിച്ചു. എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും അനിയത്തിമാരിതൊക്കെ തയ്ക്കൽ ഞാൻ തന്നെയായിരുന്നു. റെഡിമെയ്ഡൊന്നും അങ്ങനെ എടുക്കാറില്ല. പിന്നെ ഇക്കയുടെ വീട്ടിലത്തെ റെഡിമെയ്ഡ്സ് കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ അങ്ങനെ ഇട്ടുമെന്ന് മാത്രം. അതായത് എനിക്കങ്ങനെ എടുക്കാറേ ഇല്ല. ഞാൻ ക്ലോത്ത് എടുക്കും, അത് തയ്ക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ മോൾക്കൊരു ഉടുപ്പടിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിക്കണേ ഇവിടെ, അതും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. എൻ്റെ പെണ്ണെ, ഇതൊക്കെ അടിച്ചു കഴിഞ്ഞ് എപ്പോൾ പോകാനാ? നീ ആ കുട്ടിയുടെ ചുരിദാർ പെട്ടെന്ന് സെറ്റായി കൊടുക്ക്, നമുക്ക് പോകാം. പിന്നെ മക്കൾ ഉണർന്ന് തിരയുന്നുണ്ടാവും ആകെ. നിങ്ങൾക്ക് അവരെ കൂട്ടി വന്നൂടായിരുന്നോ? വല്ലാത്ത ടെൻഷനായിട്ടോ. മക്കൾക്ക് എന്ത് സന്തോഷമായിരിക്കും. അതെടി 2 ദിവസമായിട്ട് എനിക്ക് ഉറക്കം കിട്ടണില്ല, സത്യമായിട്ടും ഉറക്കം ഇങ്ങോട്ട് വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എന്തൊക്കെയോ ഒരു ദുസ്വപ്നം കാണുക, എന്തൊക്കെയോ ഒരു പേടിപ്പെടുത്തലുകൾ, വല്ലാത്ത മിസ്സിങ്. സത്യം പറഞ്ഞാൽ ഞാൻ മുകളിൽ കിടന്നിട്ട് ഞാനത് അറിഞ്ഞു. അത് നീ എങ്ങനെ അറിഞ്ഞു? അത് നുസി പറഞ്ഞു എന്നോട്, താഴെയാണ് മൂപ്പര് കിടക്കുന്നത്, മുകളിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല തോന്നുന്നുണ്ടെന്നൊക്കെ. നിങ്ങളതൊക്കെ അപ്പോഴേക്കും ഷെയർ ചെയ്തോ? അത് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ ഇളച്ചി മുത്തച്ചിയല്ലേ, ഞങ്ങൾ അങ്ങനെ തന്നെയല്ലേ, ഇളച്ചി മുത്തച്ചിയല്ല കേട്ടോ. ഉമ്മയും ഞങ്ങൾ 3 ആളും കൂടി ഒരുമിച്ച് സംസാരിക്കും, ഓരോ കഥകൾ പറയും, അതൊരു രസമാണ്. ഉമ്മാനൊരിക്കലും ഞങ്ങൾ ഒറ്റപ്പെടുത്താറുന്നില്ല. അത് തന്നെയാണ് വേണ്ടത്. ചിലയിടത്തൊക്കെ ഉണ്ട് 2-3 മരുമക്കളൊക്കെ ഉണ്ടാവും, അവരൊരുമിച്ച് സംസാരവും ചിരിയും കളിയും വർത്താനും. ആ പാവം ഉമ്മയോടൊന്നും മിണ്ടൂല്ല, പറയൂല. അങ്ങനത്തെ അവസ്ഥയുള്ള എത്രയോ പെണ്ണുങ്ങളുണ്ട്, എത്രയോ ഉമ്മമാരങ്ങനെ വേദന സഹിക്കണവരുണ്ട്. അവരങ്ങോട്ട് ഒന്നാവും, ഉമ്മാനെ പുറത്താക്കും, ആ ഒരു രീതിയിൽ. അങ്ങനെയൊക്കെ വേദന അനുഭവിക്കുന്ന എത്ര ഉമ്മയുടെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടാവും.
ഒരിക്കലും ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല. ഞാനും നുസി അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾക്കത് ഇഷ്ടമല്ല ചെയ്യുന്നത്. എപ്പോഴും ഉമ്മയില്ലാത്തൊരു ലോകം ഞങ്ങൾക്ക് ഇഷ്ടമില്ല കേട്ടോ. അതവൾ വെറുതെ ഫോൺ എന്തിനോ വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതായിരുന്നു. സത്യം പറഞ്ഞാൽ ഉമ്മയുടെ കൂടെ സംസാരിച്ചിരിക്കുമ്പോഴൊക്കെ എന്തൊരു സന്തോഷമാണ് ആ ഉമ്മാക്ക്. കാരണം നമ്മൾ പ്രായമാകും തോറും അവർ ഒറ്റപ്പെടുത്തരുത്. കാരണം പ്രായമാകുമ്പോൾ അവർക്കിങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഇങ്ങനെ തോന്നുന്നുണ്ടോ ഒരു സംശയം ഉണ്ടാകുന്ന രീതിയിലൊരു അവസ്ഥ അവർക്ക് ഉണ്ടാക്കരുത്. എപ്പോഴും പേരക്കുട്ടികളും മരുമക്കളൊക്കെ അവരുടെ ചുറ്റുഭാഗത്തൊക്കെ ഇരുന്നിട്ട് നല്ല ചിരിയും കളിയും വർത്താനവും തമാശയും ഒക്കെ ആയിട്ട് അവരിങ്ങനെ സന്തോഷിപ്പിക്കണം. അവരെ കൊണ്ടുപോകുമ്പോൾ യാത്ര കൊണ്ടുപോകണം. അങ്ങനെയൊക്കെയാണല്ലോ വേണ്ടത്. അവരൊറ്റപ്പെടുന്നൊരു വയസ്സായി ഇനി കഴിയൂല ഉമ്മ വരണ്ട എന്നുള്ളൊരു സംസാരം ഉണ്ടല്ലോ, അതില്ലാതാക്കിയാൽ തന്നെ അവർക്ക് എന്തൊക്കെ തന്നെ ഒന്ന് ക്ഷണിക്കുക. അത് യെസ് ആയാലും നോ ആയാലും അങ്ങനെയല്ലേ. ആഹാ, നിനക്കെല്ലാം അറിയില്ല പെണ്ണേ, നീ ഇങ്ങനെ ഇതൊക്കെ പഠിച്ചു. അതൊക്കെ എന്ത് പഠിക്കാനാ, നമുക്കൊക്കെ ഇത് കണ്ടറിയുന്നല്ലേ. നമ്മളെ കാര്യം ആലോചിച്ചാൽ പോരെ. നമ്മൾ വയസ്സായി കഴിയുമ്പോൾ നമ്മുടെ മക്കളും പേരമക്കളും ഇങ്ങനെ നമ്മളൊറ്റയ്ക്ക് ഇവിടെ ഇട്ടിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു വേദന എത്ര ഉണ്ടാവും. അങ്ങനെ വിചാരിച്ചാൽ മതി. മാഷാ അല്ലാ, സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച രീതിയിൽ പെണ്ണ് തന്നെയാണ് എനിക്ക് പഠിച്ചെറുമ്പ് തന്നത്. എന്നാലേ കഴിഞ്ഞോ? ഇതൊരു 5 മിനിറ്റും കൂടി കേട്ടോ. സംസാരിച്ച് അതിനിടെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ. മോളെ, എടി സൗദ, മോനെ ചായ കുടിച്ചോളി. ചായ എടുത്തു വെച്ചിക്കണ്. ഉമ്മ അപ്പോഴത്തേക്കും ദോശയാണ് ഉണ്ടാക്കിയിരുന്നത്. അതിലേക്ക് കുറച്ച് നെയ്പ്പത്തിരിയും ഉണ്ടാക്കി. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയോട് രാവിലെ തന്നെ ഇറച്ചിക്ക് പോകുമ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇറച്ചി കൊണ്ടുതരാൻ പറഞ്ഞിരുന്നു. ഏതായാലും മോളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ അതും ഉമ്മ പെട്ടെന്ന് തന്നെ വെച്ചു. ഉമ്മ, നിങ്ങളിതൊക്കെ ഇത്ര പെട്ടെന്ന്? ഒന്നുമില്ല മോനെ, ഞാൻ ഇറച്ചിയൊക്കെ മുറിച്ച് വെച്ചിരുന്നു. പിന്നെന്താ കുറച്ച് നെയ്പ്പത്തിരി ഉണ്ടാക്കി, അതന്നെ ഉള്ളൂ. മോൻ കുടിക്ക്, ഇരിക്കേ. മോളെ സൗദ, ഈ വരുന്നോ? ഉമ്മ, ഞാനിപ്പോൾ വരാം, എനിക്ക് 5 മിനിറ്റത്തെ ജോലി കൂടി ഉണ്ട്. എടി പെണ്ണേ, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നീ എണീറ്റാ മതി, അടിച്ചത് അത് കഴിഞ്ഞിട്ട് അടിക്കാം. മോൻ്റെ കൂടെ ഇരുന്ന് കൊടുക്കുക പെണ്ണേ. സൗദ ഇരിക്കുന്നില്ലേ? നവാസ് വിളിക്കുന്നു. ഇതാ കഴിഞ്ഞ അപ്പം വരാം. ഇരിക്കേ, ഞാൻ ഇതാ വരുന്നു. നീ വൈകിട്ട് ഇരിക്കാം. അല്ല, അങ്ങനെ വേണ്ട, ഭക്ഷണം എന്നാ വേണ്ട, അത് കഴിഞ്ഞിട്ടാക്കാം. ഇരിക്കുക. ഉമ്മ നല്ല ഇപ്പം ഉണ്ടാക്കി വെച്ച ഇറച്ചിക്കറിയാണ്. നല്ല ചൂടോട് കൂടി നെയ്പ്പത്തിരിക്ക് ഇങ്ങനെ ഒഴിച്ച് കഴിച്ചു നോക്കി. വേഗം ഞങ്ങൾ കുറച്ച് ദോശ ഉണ്ടാക്കിയിരുന്നതേ. അപ്പം ഉമ്മ പെട്ടെന്ന് മാഷാ അല്ലാ, അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല ഫ്രഷ് ബീഫല്ലേ, അടിപൊളി. ഇന്ന് രാവിലെ അറുത്തതല്ലേ, അതിൻ്റെ ആ ഒരു ചോര പോലും ഉണങ്ങാൻ നേരമായിട്ടില്ല. അപ്പോഴത്തേന് ഇറച്ചി പെട്ടെന്ന് വാങ്ങിക്കൊണ്ടുവന്നത് കിട്ടും. ഉമ്മ പറഞ്ഞു ഇന്നിപ്പോൾ മോളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഇറച്ചി വാങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടേ ആ കുട്ടീനെ വിളിച്ച് രാവിലെ തന്നെ പറഞ്ഞയച്ചതാണ്. അതിപ്പോൾ എനിക്കാണല്ലോ ഏകിയത്. ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിക്കുക. അല്ല മക്കളെ, നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾ കഴിച്ചോളാം, നിങ്ങൾ കഴിക്കേ. അവർക്കൊക്കെ മടിയാണ്. അല്ലെങ്കിൽ എന്താ ഇവിടെ ഇരുന്നൂടെ? അതിനിപ്പോൾ എന്താ? മാഷാ അല്ലാ, അടിപൊളിയായിട്ടുണ്ട്. നല്ല ചൂടോടെയുള്ള ആ ബീഫ് കറിയും നെയ്പ്പത്തിലും എല്ലാവരും കഴിച്ചു. സൗദക്ക് വല്ലാതെ അങ്ങോട്ട് നീ എന്താ തീരെ കഴിച്ചില്ലല്ലോ? ഞാൻ കഴിച്ചിട്ടോ, എനിക്ക് വിശന്നിരുന്നു. അതിപ്പോൾ എൻ്റെ ഉമ്മയുടെ അടുത്തു നിന്നാണെങ്കിലും ഈ ഉമ്മയുടെ അടുത്തു നിന്നായാലും ഒക്കെ കണക്ക് തന്നെയല്ലേ. കഴിക്കണമല്ലോ, എന്നാലല്ലേ ഉമ്മക്ക് സന്തോഷമാകുക. മോനെ കഴിച്ചില്ലേ? ഉമ്മ കഴിച്ചു, വയറ് നിറഞ്ഞു, അൽഹംദുലില്ലാ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ സൽക്കാരത്തിലേക്ക് സൽക്കാരോ? പിന്നെന്താ, ഇതെന്താ സൽക്കാരം പോലെ ഉണ്ടല്ലോ. ഞാനും അങ്ങ് എത്തിപ്പെട്ടല്ലേ, ഒട്ടും പ്രതീക്ഷിക്കാതെ. എന്നാൽ ഞങ്ങളങ്ങോട്ട് പോയാലോ? ഇനിയിപ്പോൾ എന്താ, മക്കൾ ഉണർന്നിട്ടുണ്ടാവും. മക്കൾ ചോദിക്കും, പ്രശ്നമാക്കും. മോനെ, അവർ കൂട്ടി വന്നാൽ മതിയായിരുന്നു, കുറച്ച് സമയം നിൽക്കായിരുന്നല്ലോ. അല്ലമ്മ, ഇനി പോട്ടെ. സൗദ കഴിഞ്ഞല്ലേ വേണേ? കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാനും കൂടി ഉള്ളൂ. ഇവിടെ വന്ന് അല്ല, മോൾക്കുള്ള ഉടുപ്പ് എനിക്ക് അതിന് പിന്നെ ആക്കാം. ഇനി എന്തെങ്കിലും ലൈനിങ് വന്നൊക്കെ വേണമെന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് പിന്നെ എടുത്തിട്ട്. അല്ലെങ്കിൽ എന്തിനാ വേണ്ട നീ വെറുതെ കഷ്ടപ്പെട്ട് അടിക്കുന്നത്? അത് റെഡിമെയ്ഡ് എടുത്താൽ പോരെ. ഇക്കാക്കൊക്കെ അതങ്ങ് ശീലമായി. പക്ഷേ നമ്മളെ പാകത്തിനനുസരിച്ച് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. എനിക്കൊക്കെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. ഓക്കെ കൊടുക്കാനുള്ളത് കൊടുത്തോളൂ കേട്ടോ. ഇക്ക അത് കഴിഞ്ഞു, അത് സെറ്റായി. ഇനി മോളുടെ ഡ്രസ്സ് അത് ഇൻഷാല്ലാ നമുക്ക് പിന്നാക്കാം. നീ അത് കൊടുത്തേ. ഉമ്മ ഇതാട്ടോ, അവർ വരുമ്പോൾ ഇത് കൊടുത്തേക്കണേ. മോളെ, എത്ര ഇതിൻ്റെ ചാർജ് പറയേണ്ടത്? പെട്ടെന്ന് നവാസ്, എന്തിൻ്റെ? അല്ല, ചുരിദാർ അടിച്ച് അവളുടെ കൂലി അതൊന്നും വേണ്ടത് പറയണേ. നിനക്ക് ഞാൻ തരില്ല കൂലി.
എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ പക്ഷേ അത് ഓൾ അത്രയും കെതിട്ട് അടിച്ചുണ്ടാക്കിയതല്ലേ. അപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ലമ്മ, അത് വേണമെന്നില്ലാണ്ട് കൊടുത്തേക്കും. നമ്മളെ കൊണ്ട് എന്തായാലും ഒരാൾക്ക് ഉപകാരം ചെയ്യാനൊന്നും പറ്റൂലല്ലോ ക്യാഷ് കൊണ്ടൊന്നും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തെടുത്തിട്ട് ആയിക്കോട്ടെ മോളെ, നല്ല ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്യാം. ഉമ്മ അത് മടക്കി ഒരു കവറിലിട്ട് വെച്ചിരിക്കുന്നു. സൗദ മാറ്റി ഒരുങ്ങി. ഉമ്മ നിങ്ങൾ ഇറങ്ങട്ടെ. ഉമ്മ പോയിട്ട് വരാം ഇൻഷാ അല്ലാ. മക്കളില്ലായിട്ടൊരു സുഖമല്ലല്ലേ, മക്കളുണ്ടാകുമ്പോൾ എന്ത് രസമായിരുന്നു. എല്ലാവർക്കും ഇവർക്കും നല്ല ഇഷ്ടം സന്തോഷമായിരിക്കും. ഇൻഷാ അല്ലാ മക്കളെയും കൊണ്ട് ഇനിയും വരാമല്ലോ. പിന്നെ പാസ്പോർട്ട് കിട്ടിയിട്ട് ഇൻഷാ അല്ലാ വിസക്ക് കൊടുക്കണം. അത് പഠിച്ചോനെ, എൻ്റെ കുട്ടി ഇപ്പം തന്നെ പോകാനൊക്കെ ആയോ? ഇൻഷാ അല്ലാ ദുബായിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. എന്നിട്ട് ഹജ്ജിന് ശേഷം ഇൻഷാ അല്ലാ സൗദിക്ക് പോയിട്ട് ഞങ്ങൾ പോകും. എന്നിട്ട് ഇൻഷാ അല്ലാ ഉംറയൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ ദുആ ചെയ്യട്ടോ. മോനെ ഒന്നും ഉണ്ടാവും ഇല്ല, നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്. അൽഹംദുലില്ലാ. ഇതാ ഇതും മൻ്റെ കയ്യിൽ കൊടുത്തേക്ക്. നവാസതാ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്തിട്ട് അത് അവളുടെ കയ്യിൽ. അതൊന്നും വേണ്ട, ഉമ്മാൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. അല്ല, അത് പറഞ്ഞാൽ പറ്റില്ല. ഉമ്മയുടെ കാര്യം ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അത് നമ്മളങ്ങനെ മോശമാണ്. എന്നാ ചെല്ലേ, എന്നാ ഉമ്മ ഇവിടെ വരി. എന്തേ മോളെ, ഇതവിടെ വെച്ചോളെ. പഠിച്ചോനെ വേണ്ട വേണ്ട അമ്മേ, എന്താണിത്? അവിടെ കൊണ്ടേക്കായേ. അങ്ങനെ എന്താന്നില്ലേ ഇവിടെ വരുന്നതിന്. ഇവിടെ ഇപ്പോൾ ആവശ്യത്തിന് അൽഹംദുലില്ലാ ഉണ്ട്. ഇപ്പോൾ മക്കൾക്കൊക്കെ വെച്ച് വിളമ്പാനുള്ള അരി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ എന്താ ഇത്ര വലിയൊരു ചിലവ്? അല്ലുമ്മ, എന്നാലും വേണ്ടി വരും. ഇതിവിടെ നിന്നോട്ടെ, സന്തോഷത്തിന് വാങ്ങിക്കോളി. ഇക്കാക്കിന് തിരിച്ചു കൊടുക്കുമ്പോൾ അതൊരു വേദന ആയിരിക്കും. മോളെ ഒന്നും വേണ്ടില്ല. എന്തിനാണ് മോളെ, മോശമല്ലേ നമ്മളിവിടെ വന്നിട്ട് മരുമക്കളെ പൈസയൊക്കെ. ഉമ്മ അതൊരു സന്തോഷത്തിന് തരുന്നതല്ലേ, അതിനിപ്പോൾ എന്താ. മക്കളുടെ കയ്യിലും അതാ നവാസ് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. വേണ്ട മോനെ, അതൊന്നും കൊടുക്കണ്ട ഉമ്മ പറയുന്നു. ഉമ്മ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇൻഷാ അല്ലാ നിങ്ങൾ അങ്ങോട്ട് വരിട്ട് ഒരു ദിവസം. നിങ്ങൾ വരുന്നേ ഇല്ലപ്പോൾ. നിങ്ങൾക്ക് വേണി വണ്ടി ഞാൻ വിടാം. അങ്ങനെ വേണോ അതോ നിങ്ങൾ വണ്ടി വിളിച്ച് പോരും? നിങ്ങൾ വണ്ടീൻ്റെ ക്യാഷും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തോളാം, നിങ്ങൾ വന്നാൽ മതി. മോനെ ഇൻഷാ അല്ലാ വരൻ്റെ ഒരു ദിവസം ഞങ്ങൾ എന്നാൽ ഇറങ്ങട്ടെ കേട്ടോ. അല്ല, നിങ്ങൾ എളാമാൻ്റെ അടുത്തേക്ക്. അത് ഇപ്പം ഇനി പോയാൽ അതെ, എളാമാൻ്റെ അടുത്ത് ഇതുവരെ വന്നിട്ട് എളാമാൻ്റെ അടുത്തേക്ക് പോകാഞ്ഞാൽ അത് എളാമ്മ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവൂലേ? കാരണം ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. എന്നോട് പറയില്ലേ ഞാനാണ് കല്യാണമൊക്കെ ഉണ്ടാക്കിയത്. എന്നാലും നവാസ് ഇവിടെ വന്നിട്ട് എടിയളാൻ മറിഞ്ഞാൽ വിടൂല. പിന്നെ ഫുഡൊന്നും കഴിക്കാതെ മക്കളെ കൊണ്ടുവന്നിക്കണ സമാധാനമായിരുന്നു. ഇതിപ്പോൾ അതുകൊണ്ടാണ്. എന്നാലും വാ നടക്ക്. നേരെ ഏതാ എളാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. പഠിച്ചോനെ ആരെ രാവിലെ തന്നെ. എളാമ്മ വാതിൽ തുറന്നു. പഠിച്ച റബ്ബേ, ആരാണിത്? മക്കളെ. എളാമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കയറിയിരിക്ക്. പഠിച്ച നീ എപ്പോഴാണ് വന്നത്? ഇന്നലെ വരുന്നായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇന്നലെയൊക്കെ വന്ന് പാർക്കിൽ തുടങ്ങിയിരിക്കണല്ലേ, എന്നിട്ട് ഇപ്പോഴും അങ്ങോട്ട് വരുന്നത്? അല്ല എളാമ്മ, ഞാൻ ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. എന്തിനാ നവാസ് കളവ് പറയണത് ഇത്രയും രാവിലെ? പിന്നെ എളാമ്മ ഇത് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ആണല്ലേ, മക്കളിരിക്കി. പഠിച്ചോനെ ഇപ്പോൾ ഒന്നും വേണ്ട. എളാമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നവാസ് ഇവിടുന്ന് ഇവരിപ്പോൾ ചായയും കടിയൊക്കെ വയറ് നിറച്ച് കഴിച്ചിറങ്ങിയതാണ്. അതുകൊണ്ട് ആവശ്യമില്ലായിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാനെടുത്ത് കുടിക്കൂലേ. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഓഫീസ് പോകണം. അങ്ങനെ തിരക്കും കാര്യങ്ങളും. അത് പറഞ്ഞാൽ പറ്റൂല. ഉച്ചക്കത്തെ ചോറുന്നത് നിങ്ങൾ എവിടേക്ക് പോണത്? അത് പറഞ്ഞാൽ പറ്റൂല മോളെ. വേണ്ട വേണ്ട, ദയവായി വേണമെന്നുണ്ട്. ഞങ്ങളിവിടെ നിൽക്കും, കഴിക്കും, ഭക്ഷണം ഒക്കെ ചെയ്യും. പക്ഷെ ഇന്ന് ടൈമില്ല. ഇന്ന് മക്കൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അതെന്തിനാ മാസം മക്കളെ കൊണ്ടുവരാഞ്ഞത്? അതും പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അങ്ങനെയാണ്. ആയിക്കോട്ടെ, എന്നാൽ ഇനിയിപ്പോൾ ഇരിക്കും. നിങ്ങൾ കുറച്ച് വർത്താനം വരും എളാമ്മ. ഞങ്ങൾ പിന്നെ വരും, ഒന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ ശരി എളാമ്മ. പഠിച്ചവനെ വല്ലാത്തൊരു പോക്കായിപ്പോയത്. എന്തൊരു വരവാ അത്. എളാമ്മ ഞങ്ങൾ വരാട്ടെ ഇൻഷാ അല്ലാ. ഞാനും ഉമ്മാനെ കൂട്ടിക്ക് വരാം. എന്നാൽ വരി മക്കളെ. അത് വല്ലാത്തൊരു ഇടങ്ങാറ്. എനിക്കൊരു തുള്ളി വെള്ളം കുടിക്കാതെ അതാ ഈ കേക്ക് തിന്നോളി. ഓല് ഇന്നലെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് വാങ്ങി വെച്ചതേനു. അതൊന്നും വേണ്ട, ചെറിയൊരു പീസ് മതി. മതി മതി, സന്തോഷമായി, മതി. നീ കഴിച്ചോട്ടോ. എനിക്കിപ്പോൾ രാവിലെ തന്നെ മധുരം അത്ര അങ്ങോട്ട്. സൗദിയും ഒരു കഷ്ണം എടുത്ത്. മതി എളാമ്മ, മതി, കഴിച്ചു. എടുത്ത് വെച്ചോളൂ. ഇൻഷാ അല്ലാ നിങ്ങൾ പിന്നെ വരാട്ടോ. പോണ വഴിക്കേ ഏതായാലും ഈ മക്കളില്ലായിട്ടാണല്ലേ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് സലാം പറഞ്ഞ് ഇറങ്ങുന്നു.
വല്ലാത്തൊരു പോക്കായിപ്പോയി. എന്തൊരു പോക്കും വരുവാണിത്. അങ്ങനെ അതാ സൗദയും നവാസും വാഹനത്തിൽ വാഹനം മുന്നോട്ടെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ 2 കണ്ണുകൾ അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം സൗദ അത് കണ്ട് ഞെട്ടി. പഠിച്ചോനെ, അല്ല, ഇയാളെന്താ ഈ വാഹനത്തിൻ്റെ അടുത്ത്? അവളാകെ വിയർത്തുപോയി. നവാസിൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കിയില്ല. അവൾക്ക് ഭയമായിരുന്നു. പഠിച്ച റബ്ബേ, ഈ ചങ്ങായിക്ക് എന്താ ഇവിടെ പണി? അത് മറ്റാരുമായിരുന്നില്ല, സത്താർ. അയാൾ എങ്ങനെയൊക്കെയോ അവൾ വന്നത് മണത്തെറിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ വന്നതാണ്. പക്ഷേ ഇന്നവൾ പെട്ടെന്ന് പോകുന്നത് ഒരിക്കലും അയാൾ വിചാരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അയാൾ അവിടെ ആ വാഹനം കാണുന്നത്. അത് അവളുടെ ഹസ്ബൻഡിൻ്റെ വാഹനമാണെന്ന് തിരിച്ചറിയുന്നതും. രൂക്ഷമായൊരു നോട്ടം അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നു അയാൾ. സൗദക്ക് ഒന്നും മിണ്ടാൻ പോലും കഴിയുന്നില്ല. പെട്ടെന്ന് നവാസ് വണ്ടി മുന്നോട്ടെടുക്കുന്നു. ഇക്ക, എന്താടി? എന്താ, ഇവിടുന്ന് പോരാൻ തോന്നുന്നില്ലേ നിനക്ക്? കുറച്ചു നേരം കൂടി നിൽക്കണോ? പിന്നെ വരാട്ടോ. അതല്ല. അപ്പോഴേക്കും വാഹനം മുന്നോട്ടെടുത്തു. പക്ഷേ നവാസിനോട് അവളത് പറഞ്ഞില്ല. തൻ്റെ ബാക്കിൽ തന്നെ മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുന്ന സത്താർ. അതെ, അവൻ്റെ ആ നോട്ടത്തിൽ ശരിക്കും സൗദ പേടിച്ച് വിറച്ചുപോയി. അവൾ കരുതി അവനോടെങ്ങാനും ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ ഇനി അദ്ദേഹത്തെ കൂടി ടെൻഷനാക്കണ്ട എന്ന് കരുതുകയാണ്. സൗദ ഒന്നും മിണ്ടിയില്ല. അവൾ ക്ഷമയോടെ ഇരുന്നു. സൗദ, നീ എന്താ പെണ്ണൊന്നും മിണ്ടാത്തത്? നിനക്കെന്ത് ടെൻഷനായോ? വീട്ടിൽ നിന്ന് പോരാൻ ടെൻഷനാണ് പെണ്ണേ. ഞാനും മക്കളൊക്കെ ഒറ്റയ്ക്കല്ലേ, നീ അത് ഓർക്കുന്നില്ലല്ലോ. ഇക്ക, അതല്ല. സാരല്ല, നീ നമുക്ക് ഇനിയും വരാട്ടോ. സൗദ അയാളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അവൾക്കത് പറയുവാനുള്ള ധൈര്യമില്ലായിരുന്നു. കാരണം ഒന്നിനും മടിക്കാത്തവനാണ് അയാൾ. എന്തെങ്കിലും ഇക്കയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇക്ക അവിടെ നിന്ന് ഇറങ്ങി അവൻ്റെ നേരെ ചെന്നാൽ റബ്ബേ അവിടെ ഒരു കയ്യാങ്കളി ഉണ്ടാകും എന്ന് ഭയന്നുകൊണ്ട് തന്നെ അവൾ കാര്യമായിട്ട് ഒന്നും മിണ്ടിയില്ല. ക്ഷമിക്കുന്നവരുടെ കൂടെയല്ലേ അല്ലാഹു. എനിക്ക് എൻ്റെ ഇക്കയുടെ കൂടെ മരിക്കോളം ജീവിക്കണം. അത് അയാളോടുള്ള ആ ഒരു പ്രശ്നം കൊണ്ട് ഒരിക്കലും ഇല്ലാതാവരുത് എന്നാണ് അവൾ കൊതിച്ചത്. അവർ യാത്രയിലാണ്. എന്നാൽ ഈ സമയം വീട്ടിൽ മക്കൾ ഉണർന്നിരിക്കുന്നു. ഉമ്മ. എന്താ മക്കളെ? ഉപ്പച്ചി എവിടെ? ഉപ്പച്ചി പള്ളിയിൽ പോയതാണല്ലോ. കുട്ടി ഇതുവരെ എവിടെ പോയി കിടക്കുക റബ്ബേ? ഓനെ ഓനെ ആ ഒരാളെ കാണാണ്ട് പറഞ്ഞ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അപ്പോഴേക്കും കുഞ്ഞു വാവയും ഉണർന്നു. മക്കളെ വരി. അപ്പോഴേക്കും നുസൈബ അവരെയെല്ലാം മുഖം കഴുകി കൊടുത്ത് അവർക്ക് ചായയൊക്കെ കൊടുത്തിരുന്നു. ഇന്ന് ലീവാണ്. വരി, മേമൻ്റെ കൂടെ വരി. മേമ ഡ്രസ്സൊക്കെ ഇട്ട് തരാം കേട്ടോ. നല്ല മക്കളായി കുളിപ്പിച്ചൊരുക്കി തരാം. വരി. എന്നാലും പിന്നെ വാസതോടക്ക് പോയി. മോനെ ഷാമോൻ. എന്തോമ്മ? ഇവിടെ നവാസ് ഓനെ കണ്ടില്ലല്ലോ. ഇക്ക ആരെ കാണാണ്ട് കണ്ടാണ് എന്നോട് പോയത്. കാറൊക്കെ എടുത്തിട്ട് പോയത്. ഇനിയിപ്പോൾ എവിടുക്കാണാവോ? പഠിച്ചോനെ, ഈ കുട്ടി മിണ്ടാദ്യം പറയുന്നത് എവിടുക്കാറബേ പോയത്? സമാധാനം ഉണ്ടാവില്ല. കാരണം പറയാൻ പറ്റൂലേ ഏതൊക്കെയെന്നുള്ളത്. അങ്ങനെയൊക്കെ ഒരു ജീവിതമല്ലേ. എന്താപ്പോൾ ചെയ്യുക? റബ്ബേ, കാണാനില്ലല്ലോ ഇവരെത്ര ആയിട്ടും. ഒന്ന് വിളിച്ചു നോക്ക്. അത് വേണമെങ്കിൽ വല്ല മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ ഉമ്മ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് കണ്ട് വിളിക്കാം കേട്ടോ. അല്ല, എന്നോട് പറഞ്ഞതാണ് ഞാനൊരു സ്ഥലം വരെ പോവുകയാണെന്ന് പറഞ്ഞു. എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും കുട്ടിക്ക് പറഞ്ഞു പോയിക്കൂടെ റബ്ബേ? സമാധാനം ഇല്ലാതാക്കാൻ എനിക്ക് പേടിയാണ്. എല്ലാം കൊണ്ടും ആലോചിക്കുമ്പോഴേ. ഉമ്മ പേടിക്കൊന്നും വേണ്ട. നവാസ്ക അങ്ങനെ ഇങ്ങനെയൊന്നും അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതൊക്കെ അല്ലേ പറയാൻ പറ്റൂലേ. ഫസീലാൻ്റെ ഇത് ആലോചിച്ച് നോക്കുമ്പോഴേ നല്ല മട്ടത്തിൽ വിളിച്ചു വരുത്തി തല്ലിക്കൊല്ലാനും മടിക്കൂലേ. അതൊക്കെ പേടിയാണ് മോനെ ഇപ്പോഴത്തെ കാലത്ത് നല്ല അന്നേ അങ്ങനെ ഉണ്ട്. ഒരു സമാധാനമില്ല. ഈ കുട്ടിക്ക് പറഞ്ഞൊന്ന് പോയാൽ മതിയായിരുന്നു. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഉമ്മ ഫോണെടുത്ത് അതാ വിളിക്കുന്നു. പഠിച്ചോനെ, ഫോണ് ബെല്ലടിക്കണ്ടല്ലോ, എടുക്കണില്ലല്ലോ. റബ്ബേ. ഷാമോനെ, മോനെ ഒന്ന് അടിച്ചു നോക്കടാ എൻ്റെ കുട്ടി. ആ പെണ്ണ് പോയിട്ട് 2 ദിവസം അയക്കും. 2-3 ദിവസമായി. ഓളെയും കൊണ്ടുവരണ്ടേ? ഇവനിപ്പോൾ ഇത് എവിടെ പോയി കിടക്കുക? ഓളെ പോയി കൊടുന്നൂടെ? പെട്ടെന്നതാ മുറ്റത്തേക്ക് ഒരു കാർ കയറി വരുന്നു, ഹോൺ അടിച്ചുകൊണ്ട്. പഠിച്ചോനെ. അപ്പോൾ ബെല്ലടിച്ചിട്ട് എടുക്കത്. എൻ്റെ റബ്ബേ. ഉമ്മ സമാധാനമായില്ലേ? ഉമ്മ അങ്ങോട്ട് അപ്പോൾ തന്നെ ഇറങ്ങിച്ചെന്നു, ചെറിയ കുട്ടിനെയും ഒക്കത്ത് വെച്ചുകൊണ്ട്. മോനെ നവാസേ. പെട്ടെന്നാണ് ഉമ്മ അത് കണ്ടത്. മാഷാ അല്ലാ, എൻ്റെ മോള് വന്നിക്കണോ?
ഓ റബ്ബേ സമാധാനം എന്തിപ്പോ ഇത് സർപ്രൈസ് ആയിട്ട് മിണ്ടാതെ ഇത് റബ്ബേ ഞാനാകെ പേടിച്ചിട്ടുണ്ട് പൊന്നാരെ പടപ്പേ ഉമ്മ അസ്സലാമു അലൈക്കും ഉമ്മ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം പഠിച്ചവനെ വല്ലാത്തൊരു പുതുമ ഞാനേ ഇവർ കരച്ചിലും തുടങ്ങി പല ചോദിക്കുന്നുണ്ട് ഞാൻ പഠിച്ചവനെ എന്താ കാട്ട വിചാരിച്ചു റബ്ബ് ഇവനാണെങ്കിലും ഒന്നും എവിടേക്ക് പോയത് അതുമല്ല ഓരോ പ്രശ്നങ്ങളല്ലേ പഠിച്ച റബ്ബ് കാക്കട്ടെ ഒക്കെപ്പാട് ഞാനാകെ ഇങ്ങോട്ട് ഇടങ്ങാറായിപ്പോയി ഉമ്മ കുഴപ്പമൊന്നുമില്ലല്ലേ സുഖല്ലേ സൗദ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു ആ മോളെ ഓ എൻ്റെ റബ്ബേ എൻ്റെ കുട്ടികൾ വന്നല്ലോ ഒന്നാലും നവാസ എനിക്ക് ഒരു വാക്ക് മുണ്ടിക്കൂടേനോ ഉമ്മ ഞാൻ എനിക്കൊരാളെ കാണാൻ കരുതിയിരുന്നു പിന്നെ പെട്ടെന്ന് അതിനെ കണ്ട് തിരിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നി പിന്നെ ഇനിയിപ്പോൾ എന്തിനൊരു വരവ് അങ്ങനെ ഞാൻ ഓളെടുത്ത് ഓള് പോലും അറിഞ്ഞിട്ടില്ല ഉമ്മ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അറിയാതെയായിരുന്നു പെട്ടെന്ന് ഇക്ക കയറി വന്നത് ആയിക്കോട്ടെ എന്നാലും വേണ്ടില്ല അപ്പോഴേക്കും ഉമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുവാവയും മോളും അതാ സൗദിയുടെ അടുത്തേക്ക് ചാടുന്നു ആ എവിടെ ഉമ്മച്ചിൻ്റെ മക്കള് ഉമ്മച്ചിനെ കൊണ്ടുവരാൻ വന്നില്ലല്ലോ എന്ത് കൊണ്ടുവരാൻ വരാത് ഉപ്പച്ചി അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ ഉപ്പച്ചി മിണ്ടാതെ പോയില്ലേ ആ അത് മക്കൾ എണീറ്റിട്ടില്ലായിരുന്നല്ലോ അതാണ് കേട്ടോ എന്നാലും ഉമ്മച്ചി ഉപ്പച്ചിയൊക്കെ നിങ്ങളുടെ അടുത്ത് എത്തിയല്ലോ സന്തോഷമായില്ലേ നമുക്ക് ഒരുമിച്ച് പോകാൻ കേട്ടോ അത് ഉപ്പച്ചി പള്ളിയിലേക്ക് വന്നപ്പോഴേ അങ്ങനെ അങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞു ഞാനറിയില്ലല്ലോ ഒന്നും ഉമ്മച്ചി അറിയില്ല കേട്ടോ മക്കളെ സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് അതാ സൗദ അവരെ അകത്തേക്ക് കൊണ്ടുപോകുന്നു ആ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അല്ലാ എൻ്റെ കുട്ടിക്ക് എന്നും സ്നേഹം അവർക്ക് നിലനിർത്തി കൊടുക്കണേ അല്ലാ പഠിച്ചോനെ അവരുടെ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ റഹ്മാനെ ഈ ഒരു സ്നേഹം മതി മനസ്സ് നിറഞ്ഞു പോവാൻ എൻ്റെ നവാസിനെ മക്കളെ എങ്ങനെ വെച്ചവൾ നോക്കുന്നുണ്ട് പാവം പെണ്ണാണ് സൗദ ഓ അത്രക്കും താഴ്മയോടെ നിൽക്കുന്ന ഒരു പെണ്ണ് അല്ലാ പഠിച്ചോനെ എൻ്റെ മക്കൾക്ക് നീ ദാമ്പത്യ ജീവിതത്തിൽ വിജയം നൽകി റഹ്മാനെ എൻ്റെ ഫൈസൽ ഓൻ്റെ കാര്യം കൂടി ഒന്ന് റാഹത്തായി കിട്ടുക റഹ്മാനെ സമാധാനത്തോടു കൂടി എനിക്ക് കണ്ണടക്കായിരുന്നു എൻ്റെ ഫൈസലിനും റബ്ബേ ഹയറായൊരു പെണ്ണിനെ നീ കൊടുക്ക് റഹ്മാനെ കിട്ടുന്നതൊക്കെ നല്ലതൊക്കെ ഓൻ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ് ഒന്നുമില്ലാത്ത അവസ്ഥയാണ് റബ്ബേ ഓൻക്ക് ഏതാണ് ഓൻക്ക് അനുയോജ്യമായ ഒരു വധു ഏതാണെന്ന് വെച്ചാൽ റബ്ബേ നീ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിച്ച് കൊടുക്കല്ല എന്നിട്ട് എൻ്റെ 4 മക്കളും റാഹത്തോടു കൂടി ജീവിക്കുന്ന ഈ ഒരു സന്തോഷ കാഴ്ച കണ്ടുകൊണ്ട് എനിക്ക് കണ്ണടക്കണം എനിക്ക് ഉപ്പാൻ്റെ അടുത്തേക്ക് പോകണം അതാണ് ആഗ്രഹം വേറൊന്നുമില്ല എൻ്റെ ഷമ്മാസിൻ്റെ കാര്യത്തിലും നവാസിൻ്റെ കാര്യത്തിലും റബ്ബേ ഇപ്പം ഞാൻ റാഹത്താണ് അവരുടെ ജീവിതത്തിലേക്ക് ഒരു ബുദ്ധിമുട്ടിഞ്ഞ് വരുത്തരുതേ അല്ലാ പഠിച്ചോനെ എൻ്റെ നവാസിനൊക്കെ ആ ഫസീലാൻ്റെ ഷറിൽ നിന്ന് കാത്ത് രക്ഷിക്കണം അല്ലാ ആ ഉമ്മ ദുആ ചെയ്യുന്നു പെട്ടെന്ന് ആ കാറിൻ്റെ ശബ്ദം പിന്നിൽ നിന്ന് കേൾക്കുന്നു അല്ലാ ആരപ്പത് പഠിച്ചോനെ ആരത് ഉമ്മ അസ്സലാമു അലൈക്കും മറ്റാരും ആയിരുന്നില്ല അത് ഫൈസലായിരുന്നു എൻ്റെ കുട്ടി എന്താ പറയാതെ വന്നത് പഠിച്ചോനെ ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ ഈ ദിവസം വല്ലാത്തൊരു ദിവസം തന്നെ ഉമ്മ എനിക്ക് ഉമ്മാനെ ഇങ്ങനെ കാണണം തോന്നുന്നു സ്വപ്നം കാണാം ഉമ്മ അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതൊക്കെ ഇങ്ങനെ കാണാം അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു മോനെ അപ്പോഴേക്കും ഷമ്മാസും നവാസും അങ്ങോട്ട് വന്നു ആ ഇതാരാ ഇക്കയോ ആ എടാ ഫൈസലെ എന്തപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ നവാസും പറഞ്ഞു ഇൻഷാ അല്ലാ വരെയൊക്കെ തിരക്കായിരുന്നു 2 ദിവസം ലീവ് ഉണ്ടോ നമുക്കൊരു ട്രിപ്പ് അടിക്കായിരുന്നു എല്ലാവർക്കും കൂടെ ഒന്ന് ആ ഇൻഷാ അല്ലാ അതിൽ ഉമ്മ പറഞ്ഞു ഓൻ്റെ കൂടെ ശരിയാകട്ടെ ഓൻ്റെതും കൂടെ ഇങ്ങോട്ട് ശരിയായിട്ട് ഒപ്പാണ് പോവാം ഇത് നിങ്ങളൊക്കെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ എൻ്റെ കുട്ടി ഒറ്റപ്പെടൂലേ അത് വേണ്ട തൽക്കാലം ഓൻ്റെ പെട്ടെന്ന് നിങ്ങൾ റെഡിയാക്കാൻ നോക്കി എല്ലാവരും കൂടി എന്നിട്ട് മതി അത് കേട്ട് ഫൈസൽ ശരിക്കും ഒന്ന് പുഞ്ചിരിച്ചു നവാസും ഷമ്മാസും അത് ശരിവെച്ചു അതേ ഉമ്മ ഇൻഷാ അല്ലാ ഇക്കയുടെ കല്യാണം കൂടി കഴിയട്ടെ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും റാഹത്തായിട്ട് ഹാപ്പി ആയിട്ട് ഒരു ട്രിപ്പൊക്കെ പോവാം എന്താ എങ്ങനെയുണ്ട് എല്ലാവരും അത് ശരിവെച്ചു ഉമ്മ ഇക്കാക്ക് എന്താണ് ആഗ്രഹം അത് സാധിപ്പിച്ച് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഷമ്മാസ് മുന്നോട്ട് വരുന്നു ഫൈസൽ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ചിരിക്കുക അല്ലാതെ ഉമ്മ ഇക്ക എന്താണ് പറയുന്നത് അത് ഞാൻ സാധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ് അതിനുവേണ്ടി എത്ര ത്യാഗം സഹിക്കുവാനും ഞാൻ തയ്യാറാണ് എന്താ ഫൈസലിനും പെട്ടെന്നൊരു നിക്കാഹ് വേണം അതിനെക്കുറിച്ച് മാത്രമായിരുന്നു പുത്തൻ വീട്ട് തറവാട്ടുകാരുടെ ചിന്തകൾ ഉമ്മാക്കും അതുതന്നെ ഉമ്മ പറയുന്നു മക്കളെ എനിക്ക് എൻ്റെ എല്ലാ മക്കളും റാഹത്തോടു കൂടി ജീവിക്കണം അത് കാണണം എനിക്ക് അതുള്ളൂ
എനിക്കെൻ്റെ ഫൈസലിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു വേദന. അതുകൂടി കഴിഞ്ഞാൽ ഉമ്മ മരിച്ചാലും വേണ്ടില്ല. ഉമ്മ, നിങ്ങൾ മരിക്കാനായിട്ടില്ല. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നീ കഴിഞ്ഞു പോകാനുണ്ട് ഉമ്മ. മക്കളിൽ പ്രസവം, കാര്യങ്ങൾ, പേരക്കുട്ടികളെ കാണണ്ടേ? അതൊക്കെ കണ്ടിട്ടല്ലേ ഉമ്മ. അതൊന്നും ഇപ്പം തന്നെ ഞങ്ങളെ ഉമ്മ മരിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കില്ല. മക്കളെ പിന്നെന്താ, കാലാകാലം ഞാൻ ഇവിടെ നിൽക്കുകയെ? ഞാൻ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് ഒഴിഞ്ഞല്ലേ ഈ വീട്? ഉമ്മ പറയുന്നു. ഉമ്മ, നിങ്ങളില്ലാത്തൊരു വീട് ആലോചിക്കണ്ട. അന്ന് ഉമ്മല്ലാത്ത വീട്ടിൽ ഞാൻ പോലും ഇവിടെ നിന്നിട്ടില്ല. ഞാൻ റജിനത്തന്നെ വീട്ടിലാണ് പോയിരുന്നത്. നവാസ് പറഞ്ഞു. മക്കളെ, നിങ്ങളെ ഭാര്യമാരും മക്കളൊക്കെ സന്തോഷത്തോടും കൂടി നിങ്ങൾ കഴിയുമ്പോഴേ അപ്പം എന്നൊന്നും വേണ്ടി വരില്ല. നിങ്ങൾക്ക് നിങ്ങളെ ജീവിതം റാഹത്തായി സന്തോഷത്തോടെയാണ് പോട്ടെ, ഇൻഷാ അല്ലാ. ഉമ്മ, നിങ്ങളില്ലാത്ത വീട് സ്വർഗമല്ല, നിങ്ങളുള്ള വീടാണ് സ്വർഗം. നിങ്ങളെ മുഖത്തേക്ക് നോക്കണം. ഞങ്ങൾക്ക് എത്രയൊക്കെ തന്നെ ചീത്ത കിട്ടിയാലും ഉമ്മാൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണെന്ന് പറയണതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. ഉമ്മ, നിങ്ങളില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്കും വേണ്ട. ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതാ നവാസും ഷമ്മാസും ഫൈസലും കരയുന്നു. ഉമ്മ, ഒരുപാട് കാലം ഞങ്ങളുടെ കൂടെ വേണം, അതാണ് ഞങ്ങൾക്കിഷ്ടം. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.